ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരുന്നു. പുതിയ ഫാമിലിയുടെ മറ്റുള്ളവരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകണം, വെക്കാൻ പോകണം, സെറ്റ് ചെയ്യാൻ പോലെ ഉണ്ടാക്കണം. ആദ്യം ഉണ്ടാക്കിട്ടോണ്ട് വെക്കണേ അല്ലേ? നമ്മൾ വേറെ ഹൗസിൽ നിന്ന് എത്ര ഡോളർ ചെയ്യുന്നത് എത്രയാണെന്ന് അറിയില്ല. 35 ആണോ ഇത്? ചെറിയ ക്രിസ്മസ് അതൊക്കെ മാറ്റുണ്ടോ? അവിടുത്തെ കൈക്ക് ചെറിയൊരു പണിയൊക്കെ ഫ്രണ്ട്സ് എല്ലാവരും അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലേ. അവന്റെ പേര് എല്ലാവരും പേര് എഴുതിയിട്ടുണ്ട്. അത് കേറത് use your brain. Yeah. എല്ലാം ഇങ്ങനെ വിടർത്താൽ മതി. വെറുതെ It's like that in the boom arrow. അതെല്ലാം കൂടി വെച്ചിട്ട് വിടർത്താൽ മതി. അടുത്തും കൂടി വെക്കും. ഞാനത് വിടർത്താം അപ്പോഴേക്കും ചെയ്യുന്നിട്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ്. ഏകദേശം ഒരു ഡിസംബർ 1 തീയതി ആയപ്പോഴേക്കും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വാവുട്ടിക്ക് ആ സമയത്ത് ചെറിയൊരു കൈമൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ഓൾറെഡി റിമൂവ് ആയി. അതിൻ്റെ ഒരു ഷോർട്സ് പോലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചെറിയൊരു കുഞ്ഞ് ഫ്രാക്ചർ കാരണം കൊണ്ട് ഒരു 4 ആഴ്ചയോളം അവൻ കൈമ പ്ലാസ്റ്ററൊക്കെ ആയിട്ടാണ് ഇട്ട് നടന്നായിരുന്നേ. പിന്നെ ഇപ്പോഴായാലും കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും അങ്ങനെ ഇടാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈയുടെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവന് പനി പിടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പൊന്നൂസിന് പനി പിടിച്ചു. പൊന്നൂസിന് ഇപ്പോഴും പനിയുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ ഒന്ന് റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കരോളിനൊക്കെ പോയപ്പോഴാണെങ്കിലും പൊന്നൂസിനെയും ഔട്ടിനെ കൊണ്ടുപോയിണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ നല്ല ചൂടായിരുന്നു നമ്മുടെ ന്യൂസിലാൻഡിൽ. അത് കുറച്ചൊന്ന് കുറഞ്ഞ് ഇപ്പം തണുപ്പൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ ചില ദിവസം ഭയങ്കര തണുപ്പ്, ചില ദിവസം ഭയങ്കര മഴ. കരോളിനൊക്കെ പോയപ്പോഴാണെങ്കിൽ നല്ല മഴയായിരുന്നു. അപ്പം പിള്ളേർക്കാണെങ്കിലും ആ ക്ലൈമറ്റൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ആവണോണ്ടാണെന്ന് തോന്നുന്നു അവർക്കും രണ്ടുപേർക്കും വയ്യാണ്ടായി. പിന്നെ ഇപ്പോൾ സ്കൂളില്ല, അപ്പം പിന്നെ ഇപ്പോൾ റെസ്റ്റ് തന്നെ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ട്രീ ഒക്കെ സെറ്റ് ചെയ്യണം, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെയർ ഹൗസിൽ നിന്ന് $35 വാങ്ങിച്ചൊരു ട്രീ ആണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ ഞാൻ ടെമു ഹോളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ബോൾസൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ടെമുവിൽ നിന്ന്. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പം ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആദ്യം തന്നെ ബോളുകൾ നിറച്ചിടാനാണ് ശ്രമിച്ചത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴും മനസ്സിലായത് നമുക്കുള്ള ഗ്ലിറ്ററുകളൊന്നും പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇടാൻ പറ്റില്ല. ഞങ്ങൾ മെയിനായിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് ഒരു തീം ആണ് വിചാരിച്ചത്. പക്ഷെ അതിനകത്തൊരു റെഡ് ഒരു ഗ്ലിറ്ററിൻ്റെ സംഭവം വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവണില്ല. വാങ്ങിച്ചപ്പോൾ മിസ്സായി പോയതാണോ എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അപ്പം ഞാനന്ന് എനിക്ക് ഇവിടെ നമുക്ക് ഈ ന്യൂസിലാൻഡിൽ ഈ പോളനൊക്കെ വരുമ്പം ഭയങ്കര പൊടിയുടെ ഇങ്ങനെ അലർജി വരും. അപ്പോൾ എനിക്കാണെങ്കിലും ഭയങ്കര തുമ്മലായിട്ട് ഞാൻ തുമ്മി എൻ്റെ കണ്ണൊക്കെ ചൊറിഞ്ഞ് അത് ഒരു അലർജിയാണ്. അതെനിക്ക് ഏകദേശം ഈ സമ്മറിൻ്റെ സമയത്ത് എല്ലാ പ്രാവശ്യം വരാറുണ്ട്. കഴിഞ്ഞ 2 പ്രാവശ്യം എനിക്കിപ്പോൾ വന്നു. നമ്മളിപ്പോൾ ഇവിടെ ഒരു 3-ാമത്തെ വർഷം ആവണം. അപ്പോൾ ഈ കഴിഞ്ഞ 2 പ്രാവശ്യം എനിക്ക് ഇതുപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാനിത് കാരണം കൊണ്ട് വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നില്ല. അപ്പോൾ ഇവർ 3 പേരും കൂടിയാണ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തത്. അപ്പം 2 പേര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റെഡ് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ബ്ലൂ ആൻഡ് വൈറ്റ് തീം ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇതെങ്ങനെ എത്തി എന്ന് മനസ്സിലായില്ല. എന്നാലും അതും എന്തായാലും നമ്മൾ വാങ്ങിച്ചതല്ലേന്ന് വന്ന് അതും ചുറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം നമ്മുടെ ഗ്ലിറ്റർ പേപ്പറുകൾ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റായി. ഇനി അടുത്തത് ലൈറ്റുകൾ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചായിരുന്നത്. അപ്പം ഇതിങ്ങനെ ഒരു ഹാങ് ചെയ്തിരിക്കുന്ന കുഞ്ഞു LED മറ്റേ നമ്മുടെ മാർബിൾ പോലെ സംഭവമായിരുന്നു. അപ്പോൾ അത് ആദ്യം ചുറ്റി കൊടുത്തു. എന്നാൽ നമുക്കിനി അടുത്തത് ബോളുകൾ ഇടാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ ആദ്യം കുറച്ച് ടെമുവിൽ നിന്ന് നമ്മൾ കുറച്ച് ബോൾസ് വാങ്ങിച്ചായിരുന്നു. അത് കഴിഞ്ഞ് നിൻ്റെവേണ്ട കുറേ വെയർ ഹൗസിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഔട്ടിയൊക്കെ അവിടെ ഇരുന്നു. അവൻ്റെ ആ കുഞ്ഞ് ഫ്രാക്ചർ കൈ കൊണ്ടാണ് എല്ലാം ചെയ്യണേട്ടോ. ഇപ്പം പിന്നെ അധികം വേദന ഇല്ല അവന്. ഇപ്പം ആ കാസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. അങ്ങനെ ഒരുവിധം എല്ലാം സെറ്റായിട്ടോ. നമ്മുടെ ടെമുവിൽ തന്നെ വാങ്ങിച്ചാൽ ഒരു കുഞ്ഞ് സാന്താക്ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും സെറ്റാക്കി. ഞങ്ങളിത് ടേബിളിൻ്റെ മുകളിലാണ് വെച്ചത് കേട്ടോ. താഴെ വയ്ക്കാനായിട്ട് അധികം സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി. അങ്ങനെ അവസാനം ലൈറ്റൊക്കെ ഇട്ട് നോക്കി. അത്യാവശ്യം ഭംഗിയുണ്ടായിരുന്നു. എല്ലാ ലൈറ്റും എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പം
അടിപൊളിയായിരുന്നു. പിന്നെ പിള്ളേർക്കും ഇതൊക്കെ തന്നെ ഒരു സന്തോഷം. ക്രിസ്മസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രീ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ പിള്ളേർ നല്ല ഹാപ്പിയാണ്. നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ നമ്മൾ വലിയ പുൽക്കൂടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമ്മളാണെങ്കിലും ഇവിടെ ചെറിയൊരു പുൽക്കൂട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പിള്ളേർക്ക് വയ്യാത്ത കാരണം കൊണ്ടും പിന്നെ ഞാനാണെങ്കിലും ഒരു 2 ആഴ്ചയോളം ഹേ ഫീവർ കാരണം കൊണ്ട് ഭയങ്കര ടയർഡായിരുന്നു. അപ്പം അത് കാരണം അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ വീഡിയോൻ്റെ എൻഡിൽ നമുക്ക് കാണാം നമ്മൾ എങ്ങനെയാണ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തതെന്ന്. ഇത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ കുറച്ചും കൂടി ലൈറ്റും സ്റ്റാറും എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇപ്രാവശ്യത്തെ അറേഞ്ച്മെൻറ്റൊക്കെ ഞങ്ങളിവിടെ ഈ ന്യൂസിലാൻഡിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മളൊരു ട്രീ വെക്കണതും ക്രിബ് ഉണ്ടാക്കുന്നതും എല്ലാം. അപ്പോൾ ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സന്തോഷമായി. പിള്ളേരാണെങ്കിലും ഇപ്പോൾ ഇത്രയും വലുതായ കാരണം കൊണ്ട് അവർക്കാണെങ്കിലും നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ നമ്മളിത് കരോളിൻ്റെ പോണയിൽ മുന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത്. നമ്മളിത് ചെറിയ കുഞ്ഞൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു പുൽക്കൂട് ഉണ്ടാക്കി. നമ്മൾ നാട്ടിൽ നിന്ന് ഈ ഉണ്ണിയേശുവിൻ്റെ സെറ്റ് മൊത്തം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ചു. നമ്മൾ അന്ന് സെറ്റ് ചെയ്ത ട്രീ അതും അടിപൊളിയായി. പിന്നെ ഇങ്ങനത്തെ ഒരു 3Dയുടെ ഒരു ചെറിയ സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇവിടെ വെച്ചു. ഇത് നിൻ്റെ ഏട്ടൻ വാങ്ങിച്ചിട്ട് വന്ന ചെറിയൊരു സ്റ്റാർ. പിന്നെ നമ്മളിവിടെ അടുക്കളയിൽ തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകൾ തൂക്കി അത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലൊരു കൊച്ചു നിൽക്കുന്നുണ്ട്. അപ്പം അവൾ ഉണ്ടാക്കിയ ചെറിയ സ്റ്റാർ അവളുടെ റൂമിൽ അവൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു. ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് ചെറിയ പേപ്പറൊക്കെ വെച്ച് ഇതേ കുഞ്ഞൊരു ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അതിൻ്റെ മുകളിൽ സ്റ്റാറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അവളോട് പറയായിരുന്നു, എടി നമുക്കിത് മുന്നേ ഇതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിൽ നിറച്ചും ഉണ്ടാക്കി വെക്കായിരുന്നു. പിന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു മനുഷ്യനുണ്ട് കേട്ടോ, നമ്മുടെ ഒരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. അപ്പം അവനോട് ഞങ്ങൾ പറഞ്ഞൊരു ഡാൻസ് കളിക്കാൻ പറഞ്ഞു. അപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ ഡാൻസ് തുടങ്ങി. അവൻ്റെ പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം അവനും ഒരു ക്രിസ്മസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവനും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല രസമുണ്ട് കേട്ടോ അവനെ കാണാനും. അപ്പം അവൻ്റെ പാട്ട് തുടങ്ങി, ഡാൻസും തുടങ്ങി. ഞാൻ അവനെന്ന് പറഞ്ഞിട്ട് ഒന്നും വിചാരിക്കരുത് കേട്ടോ. അവൻ്റെ ശരിക്കുള്ള പേര് ഇമോന്നാ. അപ്പോൾ നമ്മൾ പറഞ്ഞ വഴിക്ക് അവൻ്റെ ഡാൻസൊക്കെ കളിച്ച് നമ്മളെയും ഹാപ്പിയാക്കി. പിന്നെ അവസാനം നമ്മുടെ ഒരു കുഞ്ഞ് റീലൊക്കെ എടുത്ത് നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ ഫ്രണ്ടിൽ വെച്ച്. അങ്ങനെ ഇപ്രാവശ്യത്തെ കരോൾ ഡേ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. കരോളിലൊക്കെ പോയി സന്തോഷമായി. പക്ഷേ പിള്ളേർ കൊണ്ടുപോയില്ല. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.